Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. Praise the Lord. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു ദൈവിക മനുഷ്യൻ ആരാണെന്നും ഒരു ഭൗതിക മനുഷ്യൻ ആരാണെന്നും ധ്യാനിക്കുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന ബോധ്യത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവനാണ് ദൈവിക മനുഷ്യൻ. അവൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തിന് മാത്രം നൽകുവാൻ സാധിക്കുന്ന ആനന്ദത്തിന് വേണ്ടി ദാഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. ബൈബിൾ ഇതിന് രണ്ട് ഉദാഹരണങ്ങൾ, ഉപമകൾ നൽകുന്നുണ്ട്. ഒന്ന്, വരണ്ടുണങ്ങിയ ഭൂമി മഴയ്ക്ക് വേണ്ടി ദാഹിക്കുന്നത് പോലെയാണ് ഒരു ദൈവിക മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നത്. കടുത്ത വേനൽ കൊണ്ട് വിണ്ടുകീറിയ ഭൂമിയിൽ സ്വർണം തന്നെ കൂമ്പാരം കൂട്ടിയാലും ആ ഭൂമിക്ക് സംതൃപ്തി ഉണ്ടാവുകയില്ല. നല്ലപോലെ മഴ പെയ്ത് കുതിരുമ്പോഴാണ് ആ ഭൂമിക്ക് ആനന്ദമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലെ ഒരു ദൈവിക മനുഷ്യൻ്റെ ഹൃദയം ലോകത്തിലുള്ള എല്ലാ സന്തോഷങ്ങളും കിട്ടിയാലും തൃപ്തി വരികയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും നൽകുന്ന ആനന്ദമാണ് അവന് സംതൃപ്തി നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഉപമ, നീർച്ചാൽ തേടി നടക്കുന്ന മാൻപേടയെ പോലെ ഒരു ദൈവിക മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നു. ഒരു മരുഭൂമിയിൽ ഒരു മാൻപേട, ദാഹിച്ച് വരണ്ട ഒരു മാൻപേട, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നീരുറവ എവിടെയെന്നുള്ളതാണ്. മറ്റെന്ത് കണ്ടാലും അത് ശ്രദ്ധിക്കുകയില്ല. നീർച്ചാലിന് വേണ്ടി മാത്രം അത് വ്യഗ്രത പൂണ്ട് ഓടുകയാണ്. ഇതേപോലെയാണ് ഒരു ദൈവിക മനുഷ്യൻ്റെ ഹൃദയവും. അവനെപ്പോഴും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു. ദൈവം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് അവൻ്റെ ഹൃദയം ഓടുകയാണ്. നേരെ മറിച്ച് ഒരു ഭൗതിക മനുഷ്യൻ, അവന് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിച്ചവനാണ് ഭൗതിക മനുഷ്യൻ. അവൻ്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നില്ല. ഈ ലോകത്തിൻ്റെ സുഖങ്ങളാണ്, സന്തോഷങ്ങളാണ് അവന് പ്രധാനം. ഇവിടെ ഒരു പറുദീസ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി അവൻ അധ്വാനിക്കുകയാണ്. ഞാൻ ഈ രാത്രിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളൊരു ദൈവിക മനുഷ്യനാണോ അതോ ഒരു ഭൗതിക മനുഷ്യനാണോ എന്ന് സ്വയം വിലയിരുത്തി കണ്ടുപിടിക്കുവാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇതൊരു വിചിത്രമായ കാര്യമാണല്ലോ. കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരായതുകൊണ്ടാണ്. വളരെ വ്യക്തമാണ്, ഞങ്ങളെല്ലാവരും ദൈവിക മനുഷ്യരാണ് എന്നുള്ളത്. ഇപ്രകാരമായിരിക്കും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവിക മനുഷ്യനാണോ എന്ന് നിർണയിക്കുന്നത്. നിങ്ങളുടെ മനോഭാവമാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ, അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ എടുക്കുന്നൊരു മനോഭാവം, അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവിക മനുഷ്യനാണോ ഭൗതിക മനുഷ്യനാണോ എന്ന് തീരുമാനിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കട്ടെ. യേശു അനേക അത്ഭുതങ്ങൾ ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, കടലിനെ ശാന്തമാക്കി,
5 അപ്പം കൊണ്ട് 5000 പേരുടെ വിശപ്പ് അകറ്റി. എന്നാൽ ഈ അത്ഭുതം കണ്ട ആരും യേശു ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിയുകയോ അവൻ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുകയോ ചെയ്തില്ല. എന്നാൽ നേരെ മറിച്ച് യേശു കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ എല്ലാം നഷ്ടപ്പെട്ടവനെന്ന രീതിയിൽ എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട് കുരിശിൽ തൂങ്ങിക്കിടന്ന മണിക്കൂറുകളുണ്ട്. കത്തിക്കാളുന്ന സൂര്യനിൽ അവൻ്റെ മനസ്സ് പിടഞ്ഞു. ദാഹജലത്തിന് വേണ്ടി അവൻ കേണപേക്ഷിച്ചു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് അവന് ദാഹജലം കൊടുക്കാതെ അവൻ്റെ പീഡകര് പറഞ്ഞു, നീ ദൈവപുത്രനാണ് എങ്കിൽ താഴേക്ക് ഇറങ്ങി വരിക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, അപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം. വെല്ലുവിളിയുടെ ആ സമയത്ത് യേശു വളരെയധികം ആത്മസംയമനം പാലിച്ചുകൊണ്ട് കിടക്കുകയാണ്. ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയാണ്. തന്നെ വേദനിപ്പിച്ചവരോട്, വെല്ലുവിളിക്കുന്നവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് കുരിശിൽ കിടക്കുകയാണ്. അനേക മണിക്കൂറുകൾ പ്രാണവായുവിന് വേണ്ടി അവിടുന്ന് പിടയുന്ന നിമിഷങ്ങൾ. അവിടുന്ന് തൻ്റെ മാതാവിനെ ആശ്വസിപ്പിക്കുന്നു. തൻ്റെ പ്രിയ ശിഷ്യന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. അവസാനം വളരെ ശാന്തനായി തൻ്റെ ശിരസ് ചായ്ച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുവെന്ന് വിശുദ്ധ സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ഈ രീതിയിൽ മരിച്ചപ്പോൾ അത് കണ്ട ഒരു ശതാധിപൻ ഏറ്റുപറഞ്ഞു, ഇവൻ നിശ്ചയമായും ദൈവപുത്രൻ തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശു ദൈവപുത്രനാണ് എന്ന് തെളിയിച്ചത് കുരിശിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടല്ല, നേരെ മറിച്ച് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെയാണ്. ഇത് നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു മാതൃക